പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അധികാരത്തിൽ കയറിയത് മുതൽ യുഎസിലെ പല സംവിധാനങ്ങളിലും വൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇമിഗ്രേഷൻ, അനധികൃത കുടിയേറ്റം, താരിഫ് എന്നിങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ആദ്യം ചെറിയ മാറ്റങ്ങളോടെയാണ് ട്രംപ് തന്റെ പണി തുടങ്ങിയത്. അതിനു പിന്നാലെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുടിയേറ്റക്കാർ അല്ലാത്ത അമേരിക്കയിലുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് നേരത്തെ 48 മാസമുണ്ടായിരുന്ന വിസ പുതുക്കൽ സമയം ഇനി മുതൽ 12 മാസമായി കുറച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ കുടിയേറ്റക്കാരല്ലാത്തവരുടെ വിസ കാലാവധിയാണ് കുറച്ചത്. അമേരിക്ക അവരുടെ നോൺ ഇമിഗ്രന്റ് വിസ പുതുക്കൽ പ്രക്രിയയിൽ മാറ്റം വരുത്തിക്കൊണ്ട് യോഗ്യതാ കാലയളവ് 48 മാസത്തിൽ നിന്ന് 12 മാസമായി കുറച്ചതായാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ മാറ്റം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാരെ കാര്യമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് H1B, H4, B1, F1 വിസയുള്ള ആളുകൾക്കാണ് ഇത് വൻ തിരിച്ചടിയാകുന്നത്. കൂടാതെ ഈ പുതിയ മാറ്റം വിസ ഉടമകളിൽ മുന്നത്തേക്കാൾ വേഗത്തിൽ അവരുടെ ഡോക്യുമെന്റേഷൻ പുതുക്കുന്നതിനായുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. കോവിഡ് സമയത്ത് താൽക്കാലിക നടപടിയായി അവതരിപ്പിച്ച് 48 മാസത്തെ പുതുക്കൽ കാലയളവ് ഒഴിവാക്കുന്നതായാണ് ട്രാവൽ ബീസ് തയ്യാറാക്കിയ പുതിയ അപ്ഡേറ്റിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇനി മുതൽ അപേക്ഷകർ അവരുടെ വിസ കാലാവധി കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ തന്നെ പുതുക്കണം. അതിനായി ആദ്യം അപേക്ഷകർ അവരുടെ US വിസ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ സാധുതയുള്ളതാണോ അതോ കാലഹരണപ്പെട്ടതാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കൂടാതെ പുതുക്കൽ പ്രക്രിയയ്ക്ക് യോഗ്യത നേടുന്നതിന് മുൻപ് അപേക്ഷകർ നിരവധി നിബന്ധനകൾ കൂടെ പാലിക്കേണ്ടതുണ്ട്. മുന്നേയുള്ള വിസ പുതുക്കുന്ന വിസയുടെ അതേ വിഭാഗത്തിലായിരിക്കണം. കൂടാതെ അപേക്ഷകന്റെ ഏറ്റവും പുതിയ വിസ അവരുടെ 14-ാം വയസ്സിന് ശേഷം നൽകിയതായിരിക്കണം. ഇത് രണ്ടും വളരെ കൃത്യമായിരിക്കണം. മറ്റൊന്ന്, വിസ നഷ്ടപ്പെട്ടിരിക്കാനോ മോഷ്ടിക്കപ്പെടാനോ റദ്ദാക്കപ്പെടാനോ പാടില്ല. കൂടാതെ അപേക്ഷകർക്ക് ഏറ്റവും പുതിയ വിസ ഇഷ്യൂവിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിസ നിരസിക്കൽ യാതൊരു കാരണവശാലും ഉണ്ടായിരിക്കരുത്. കൂടാതെ വിസ ഉടമകൾക്ക് പ്രത്യേക മാനദണ്ഡങ്ങൾ കൂടെ ബാധകമാണ്. ചില എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാമുകൾക്ക് ഈ അപേക്ഷകൾ സാധുവായ ഒരു DS 2019 ഫോം നൽകേണ്ടതുണ്ട്. അതേസമയം വിസ പുതുക്കുന്നതിനുള്ള 12 മാസത്തെ സമയം കുറച്ചത് നിരവധി വിസ ഉടമകൾക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. കൂടാതെ വിസ പുതുക്കാൻ കുറഞ്ഞ സമയം കൂടിയുള്ളതിനാൽ അപേക്ഷകർ അവരുടെ പുതുക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ പ്ലാൻ ചെയ്യണം. കൂടാതെ ഡ്രോപ്പ് ബോക്സ് പ്രക്രിയ ഉപയോഗിക്കുന്നതിന് പകരം നേരിട്ടുള്ള അഭിമുഖങ്ങൾ നടത്തുന്ന അപേക്ഷകരുടെ എണ്ണത്തിലുള്ള വർധനവിന് ഇത് കാരണമായിട്ടുണ്ട്. അഭിമുഖങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് തന്നെ അപ്പോയിന്റ്മെന്റ് നേടുന്നത് സംബന്ധിച്ച് കൂടുതൽ മത്സരാധിഷ്ഠിതമായേക്കാം. മാത്രമല്ല ഈ ഒരു മാറ്റം ഇതിനകം തിരക്കേറിയ ഡ്രോപ്പ് ബോക്സ് സിസ്റ്റത്തിന് കൂടുതൽ ഭാരമാകുമെന്നാണ് അഭിപ്രായമാണ് ഉയരുന്നതും. മുൻപ് മെയിനിൻ പുതുക്കൽ പ്രക്രിയ ഉപയോഗിച്ചിരുന്ന നിരവധി യോഗ്യരായ അപേക്ഷകർക്ക് ഇപ്പോൾ ഒരു വ്യക്തിഗത അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതായും വരാം. സമയപരിധി ചുരുക്കിയതുകൊണ്ടാണ് ഈ ഒരു മാറ്റങ്ങൾ. അതേസമയം അപേക്ഷകർ അവരുടെ അവസാന വിസയുടെ കാലാവധി കഴിഞ്ഞ തീയതി മുതൽ വിസ പുതുക്കലിനുള്ള യോഗ്യത കണക്കാക്കണമെന്നാണ് വിവരം. കൂടാതെ വിസ കാലാവധി കഴിഞ്ഞ് 12 മാസത്തിനുള്ളിൽ US എംബസിയിലോ കോൺസുലേറ്റിലോ പുതുക്കൽ അപേക്ഷ ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ അപേക്ഷ സമർപ്പിക്കുന്നതിലെ ഏതെങ്കിലും കാലതാമസം അപേക്ഷകരെ ത്വരിതപ്പെടുത്തിയാൽ അത് പുതുക്കൽ പ്രക്രിയയ്ക്ക് ആളുകളെ അയോഗ്യരാക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധാരണ അഭിമുഖമാണ് നടത്തുക. അതേസമയം നയമാറ്റത്തിന് പുറമെ ലോകമെമ്പാടുമുള്ള എംബസികളിലെ ജീവനക്കാരെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെട്ടിക്കുറയ്ക്കുന്നുണ്ടെന്ന് ഈ ഒരു വിസ പ്രോസസ്സിംഗ് കൂടുതൽ വൈകിപ്പിച്ചേക്കാമെന്നും ചില സമീപകാല റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു.